പ്രബുദ്ധരായ കേരള സമൂഹത്തിൽ ജീർണത വരുത്തി വച്ചിരിക്കുന്ന ഒരു സംഘടനയുടെ പേര് അമ്മ എന്നാണ്. ആഭാസത്തരം മാത്രം വിളമ്പുകയും കേട്ടാൽ വിവരക്കേട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുടെ പേരാണ് അമ്മ എന്ന് പറയുന്നത്. മാനവും മര്യാദയും ഉണ്ടെങ്കിൽ അമ്മ എന്ന പേരിൻ്റെ മഹത്വം മനസ്സിലാക്കിയെങ്കിലും ഇവർ ആദ്യം അത് മാറ്റണം. ആ പേരിൽ അഹങ്കാരികൾ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിൽ ഇപ്പോൾ അഴിഞ്ഞാടുന്നത്. കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു എന്നും പറഞ്ഞ് എന്തോ വലിയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുപോലെ ന്യായവും പറഞ്ഞു കളിക്കുകയാണ്. അവരെ നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ അതിലെ കുറച്ച് മാന്യതയുള്ള രമേശ് പിഷാരടിയെ നിയമിച്ചു. പക്ഷേ അതിനും സമ്മതിക്കുന്നില്ല. ഏതു മാനസികാവസ്ഥയിലാണ് ഇവരൊക്കെ പ്രവർത്തനം നടത്തുന്നത് എന്നും വ്യക്തമല്ല. ഏതായാലും സംഘടനയെ ഒന്ന് നന്നാക്കാൻ കഴിയുമോ എന്നും കരുതി അവസാന ശ്രമം എന്നുള്ള നിലയിൽ പിഷാരടിക്ക് നൽകിയ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. അതോടെ അഹങ്കാരികളുടെ സംഘടന തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അമ്മ എന്ന താരസംഘടനയുടെ ജനറൽ ബോഡി ഒരു ദിവസം ഒരു ഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ ഭാരവാഹികളും രാജിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. സംഘടനയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും വരെ രാജിവെക്കുകയാണ് എന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചതോടെ ജഗദീഷ് അധ്യക്ഷനായി താൽക്കാലിക യോഗം ചേർന്നു. അഡ്ഹോക് കമ്മിറ്റി കൺവീനറായി പിഷാരടി MLA നിയമിച്ചു. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ രാജിവെച്ച് സ്ഥലം വിട്ട മഹാന്മാർക്ക് വീണ്ടും അതിലേക്ക് വരണമെന്നൊരു മോഹം. അങ്ങനെയാണ് കോടതിയിൽ പോയത്. ഇപ്പോൾ കൺവീനർക്ക് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ അധികാരമില്ല എന്ന നിലക്കാണ് കോടതിയുടെ സ്റ്റേ വന്നിരിക്കുന്നത്. പക്ഷേ ആത്മാഭിമാനമുള്ള പിഷാരടി MLA ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കാതെ ആ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. കമ്മിറ്റി പറഞ്ഞു താൻ കൺവീനറായി, കോടതി പറഞ്ഞു താൻ മാറുന്നു. കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടി കണക്കിലെടുത്ത് ഇതിൽ കടിച്ചു തൂങ്ങണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്നും പറഞ്ഞ് ആ സ്ഥാനം വലിച്ചെറിഞ്ഞ് പിഷാരടി പുറത്തിറങ്ങിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. നന്നാകാൻ താല്പര്യമില്ലാത്തൊരു സംഘടനയെ നന്നാക്കാൻ നിൽക്കുന്നതിൽ അർത്ഥവുമില്ല. സാമാന്യ വിവരം പോലുമില്ലാത്തൊരു കമ്മിറ്റിയുടെ കയ്യിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് മുതൽ ഈ അമ്മ എന്ന് പേരിട്ട സംഘടനയുടെ അധോഗതിയാണ്. മാധ്യമങ്ങളെയെല്ലാം വിളിച്ച് രാജി പ്രഖ്യാപിച്ച ഒരു കമ്മിറ്റിയാണെങ്കിൽ സംഘടനയുടെ മിനിറ്റ്സ് ബുക്ക് പോലും കൈമാറാതെ, അതുപോലെ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും ഓഫീസുകളുടെ താക്കോല് പോലും വിട്ടു നൽകാതെ, ആ സെക്യൂരിറ്റിക്ക് കൊടുക്കേണ്ട കൂലി പോലും നൽകാതെ മാറി നിന്ന അല്പന്മാരാണിവർ എന്നാണ് അറിയുന്നത്. എങ്കിലും കൺവീനർ സ്ഥാനം ലഭിച്ച പിഷാരടി എങ്ങനെയെങ്കിലും ഇതിനെ നന്നാക്കാൻ കഴിയുമോ എന്ന് നോക്കി എല്ലാ ഭാരവാഹികളുമായി സംസാരിച്ചു. മണിക്കൂറുകളോളം സംസാരിച്ച കാര്യങ്ങൾ അംഗീകരിക്കുകയോ അഭിപ്രായം പറയുന്നതിന് പകരം ആ ഫോൺ സംഭാഷണം പരസ്യമായി പുറത്തുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സംഘടനാ ഭാരവാഹികൾക്ക് എന്തെങ്കിലും മര്യാദയുണ്ടോ? 4 ആൾ കൂടുന്ന സ്ഥലത്ത് കയറ്റാൻ കൊള്ളാവുന്നവരാണോ ഇവർ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ സംഘടനക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരാൾ ഇവരുടെ മാന്യത മനസ്സിലാക്കി സ്ഥാനം വലിച്ചെറിയുമ്പോൾ തന്നെ അതിനപ്പുറം തകർച്ച അവർക്ക് നേരിടാനില്ല എന്നുള്ളതാണ് സത്യം.